ഇപ്പം നിങ്ങൾ കാണുന്നത് എൻ്റെ വീട്, എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ചെറുതാണെങ്കിൽ കൂടി അതും ഞാൻ മനോജിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. മനോജ് നല്ല രീതിയിൽ ഇതുവരെ എത്തിച്ചിട്ടുണ്ട്. ഏകദേശം 2-3 മാസത്തിനുള്ളിൽ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുമായിരിക്കും ഞാൻ അവിടെ നിർത്തിയത് എൻ്റെ വീട് എൻ്റെ ഡ്രീം പ്രോജക്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. അതിൻ്റെ ഒരു 50-60% നിങ്ങൾ ആ വീഡിയോ എടുത്തത്. ഇപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തൊരു സന്തോഷത്തിലാണ് ഞങ്ങൾ. കഴിഞ്ഞ ആഴ്ച ഹൗസ് വാമിംഗ് ആയിരുന്നു. മനോജിൻ്റെ എല്ലാ ക്രൂ സ്റ്റാഫ് അവരെല്ലാവരും സപ്പോർട്ടോട് കൂടിയിട്ട് വളരെ നന്നായി അത് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞു. നിങ്ങൾക്ക് ഇത് കണ്ടാൽ അറിയുമായിരിക്കും, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. എന്തായാലും വെൽക്കം ടു ന്യൂ ഹോം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്തത്. ലാസ്റ്റ് എനിക്ക് തോന്നുന്ന ഒരു 2 weeks ഒക്കെ ഭയങ്കര ഹരിപുരയായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു. സംശയമായിരുന്നു, വർക്ക് ചെയ്യേണ്ടി വന്നു. പക്ഷെ അവർ നല്ല രീതിയിൽ അത് ആത്മാർത്ഥമായിട്ട് ചെയ്ത് അത് നമ്മുടെ ഫിനിഷിങ് കുറയാത്ത രീതിയിൽ ചെയ്യാൻ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ഓപ്പൺ കൺസെപ്റ്റാണ്. മുകളിൽ ആകെ ഒരു മുറി മാത്രമേ ഉള്ളൂ. ഈ ഹോൾ മൊത്തമായിട്ട് ഓപ്പൺ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ തുടങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് മുകളിലൊരു പാത്വേ മാത്രമേ ഉണ്ടായിരുന്നു. ഒരു ബ്രിഡ്ജ് പോലെ ഫ്രണ്ടിലേക്ക്, എന്താ പറയുക, നമ്മുടെ ബാൽക്കണിയിലേക്ക് ഒരു പാത്വേ മാത്രമാണ് മുകളിലുണ്ടായിരുന്നത്. പിന്നെ നമ്മളിത് വർക്ക് ചെയ്ത് വന്ന് നമ്മൾ മുകളിൽ നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കിച്ചൻ്റെ മുകൾ ഭാഗം കവർ ചെയ്യണം എന്ന് തോന്നി. അത് കവർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു പാട്ട് മാത്രമേ ബാക്കിയുള്ളൂ. എന്നാൽ പിന്നെ അത് ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഒന്ന് നമുക്ക് ആ ഓപ്പൺനെസ് ഫീൽ ചെയ്യും, മുകളിലേക്ക് കാണുകയും ചെയ്യും. സെയിം ടൈം നമുക്ക് മൊത്തം ഹോളായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇതൊക്കെ നമ്മൾ ഓരോന്ന് ചെയ്തു വരുമ്പോൾ വരുന്ന ഐഡിയാസാണ്. എന്തായാലും അത് വളരെ നല്ല രീതിയിൽ വർക്കൗട്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ട ആൾക്കാരൊക്കെ വളരെ അപ്രീഷിയേറ്റ് ചെയ്തു ആ കാര്യങ്ങൾ. തീർച്ചയായിട്ടും. എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ചിന്തിച്ച് ഉണ്ടാക്കിയ ഒരു പ്ലാനിൽ അന്ന് നമുക്ക് ഉണ്ടായിരുന്ന കൺസെപ്റ്റ്, അതായത് ആ ഒരു ഓപ്പൺനെസ്സും ഒരു എന്താ പറയുക, ആ ഒരു ലൈറ്റ്, എയർ സർക്കുലേഷൻ, എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഇപ്പോൾ ഒരു വിശ്വാസം. പിന്നെ ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടത്, അപ്സ്റ്റെയറിലുള്ള ബെഡ്റൂമിൽ നിന്ന് ലിവിങ്ങിലേക്ക് ഒരു ഓപ്പണിങ് വേണം, എന്നാൽ വെന്റിലേഷൻ വേണം, എന്നാൽ പ്രൈവസി വേണം. അതിന് കണക്കാക്കിയിട്ടാണ് അവിടെ ഒരു വിൻഡോ, ഓപ്പൺ ചെയ്യാൻ പറ്റാവുന്ന ഒരു വിൻഡോ ആ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത്. എന്തായാലും വളരെ ഹാപ്പിയാണ് ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങൾക്ക്.